മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടു. കൊല നടക്കുന്ന സമയത്ത് മേച്ചേരിൽ ഹുസൈൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന വാദം അംഗീകരിച്ചു. വിചാരണ കോടതി 7 വർഷം ശിക്ഷിച്ചയാളെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. അതേസമയം ഈ കേസിൽ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 16-ാം പ്രതിക്ക് 1 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. സച്ചിൻ വെള്ളക്കാട് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സച്ചിൻ, ഗുഡ് ഈവനിംഗ്. എന്തായിരുന്നു സച്ചിൻ ഇന്നത്തെ കോടതി നിരീക്ഷണങ്ങൾ? സേതു, ഗുഡ് ഈവനിങ്. പ്രധാനമായും അട്ടപ്പാടി മധുവിൻ്റെ, അതായത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച, ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു ആൾക്കൂട്ട കൊലപാതകമായിരുന്നു അട്ടപ്പാടിയിൽ 2018 ഫെബ്രുവരി 22-ന് നടന്നത്. അതായത് വിശപ്പ് സഹിക്കവയ്യാതെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ച കുറ്റത്തിനായിരുന്നു അട്ടപ്പാടി മുക്കാലി സ്വദേശിയായിട്ടുള്ള മധുവിനെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നത്. അതായത് കാട്ടിനുള്ളിൽ വെച്ച് തുടർന്ന മർദ്ദനം, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു മർദ്ദനമാണ് അന്ന് അട്ടപ്പാടിയിൽ അരങ്ങേറിയത്. അതിൽ ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഏറ്റ ക്ഷതത്തിൻ്റെ ഭാഗമായാണ് മധു കൊല്ലപ്പെടുന്നത്. തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം അന്ന് ഉയർന്നു വന്നത്. അതിനുശേഷമാണ് 2023-ൽ മണ്ണാർക്കാട് SC/ST കോടതി ആ കേസിലെ പ്രതികളായ 16 പ്രതികളിൽ 13 പേരെ ശിക്ഷിക്കുന്നത്. അത് പ്രധാനമായും 7 വർഷം ശിക്ഷ മാത്രമായിരുന്നു മണ്ണാർക്കാട് കോടതി വിധിച്ചിരുന്നത്. വിചാരണ കോടതിയുടെ വിധിയിൽ അതൃപ്തരായ മധുവിൻ്റെ കുടുംബം മേൽക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മാത്രമല്ല, സർക്കാർ മധുവിൻ്റെ കുടുംബത്തിനൊപ്പം മേൽക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലാണ് ഇന്ന് നിർണായകമായ വിധി വന്നിരിക്കുന്നത്. രാവിലെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വിധിയാണ് ഉണ്ടായിരുന്നത്. കാരണം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള മേച്ചേരി ഫസലിനെ ആദ്യഘട്ടത്തിൽ ഒന്നാം പ്രതിയെ വെറുതെ വിടുന്ന ഒരു വിധിയാണ് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള നിരാശാജനകമായ ഒരു കാഴ്ച തന്നെയാണ് മധുവിൻ്റെ കുടുംബത്തിനും ഉണ്ടാക്കിയത്. വലിയ രീതിയിലുള്ള ദുഃഖം മധുവിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു. എന്തായാലും ആ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മധുവിൻ്റെ കുടുംബം എന്തായാലും തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നിർണായകമായ വിധി വന്നത്. അത് പ്രധാനമായും 13 പേർക്കുള്ള ശിക്ഷാവിധിയായിരുന്നു. അതിൽ 12 പേർക്കും കഠിന തടവ് ജീവപര്യന്തം തന്നെ വിധിച്ചു. അതിൽ ഏറെ സന്തോഷകരമാണ് തങ്ങളെന്ന് മധുവിൻ്റെ കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമാണ് 3 മാസം തടവുണ്ടായിരുന്ന ആൾക്ക് 1 വർഷം തടവും കൂടെ അധികം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവാണ് നിലവിൽ വിധിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ 30 ലക്ഷത്തോളം രൂപ മധുവിൻ്റെ കുടുംബത്തിന് നൽകണമെന്ന നിർണായകമായ വിധിയിലുണ്ട്. അത്തരത്തിൽ വലിയ കേരളത്തെ ഞെട്ടിച്ച ഒരു കേസിലാണ് ഇന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മധുവിൻ്റെ കൊലപാതകത്തിലെ മധുവിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സന്തോഷം കേരള സമൂഹത്തിനും ഉണ്ടാകും എന്ന് തന്നെയാണ് മധുവിൻ്റെ സഹോദരി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വിധിയാണ് ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായും സച്ചിൻ, അങ്ങനെ തന്നെയാണ്. കാരണം കേരള മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിച്ച സംഭവമായിരുന്നു അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം.